എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇപ്പൊ നമ്മുടെ ആൾക്കാരാണ് കാണിക്കുക. അവരിപ്പോ മോസോ എന്ന് പറയുന്ന ആ ഒരു പ്രീസ്റ്റിനെ കാണാൻ ആളുടെ ക്വാർട്ടേഴ്സിലേക്ക് തന്നെ ഇപ്പൊ വന്നിരിക്കുകയാണ്. ആ ഒരു ബിൽഡിങ്ങിന്റെ വലിപ്പം കണ്ട് ഇപ്പൊ കുട്ടപ്പനാവട്ടെ വണ്ടർ അടിച്ചു പോവും. ഇത്രയും ലക്ഷറി സെറ്റപ്പ് ഒക്കെ ഒരു പ്രീസ്റ്റിനുണ്ടാവോ? അപ്പൊ കണ്ണാടി പയ്യൻ പറയും, അങ്ങനൊന്നുമില്ല, ആൾക്ക് ഏറ്റവും ഇഷ്ടം ലളിതമായ ജീവിതം നയിക്കാനാണ്. ആക്ച്വലി അദ്ദേഹം ഫ്യൂഡൽ ലാഡിന്റെ അടുത്തൊരാളാണ്. മാത്രമല്ല ഈ ഒരു ഗ്രാമത്തിന്റെ സൂപ്രണ്ടന്റ് കൂടെയാണ് അദ്ദേഹം. അങ്ങനെ കുട്ടപ്പനാവട്ടെ ഇപ്പൊ തീരാത്ത സംശയങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കുമ്പോ കറക്റ്റായിട്ട് മോസോ പ്രീസ്റ്റ് അവിടേക്ക് വരും. ആളെ കണ്ട് എല്ലാവരും തല കുനിക്കാൻ നേരം കുട്ടപ്പനാവട്ടെ ഇത് ബോണ്ടാക്കടയിൽ വർക്ക് ചെയ്യുന്ന മീശച്ചേട്ടനല്ലേ, ആ ഒരു മീശച്ചേട്ടനെ പോലെ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് ആളെ കണ്ണു തള്ളി നോക്കി നിൽക്കും. അത് കണ്ട് നെജി ആവട്ടെ ബ്ലഡി ഫൂൾ, തല കുനിക്കടാന്നും പറഞ്ഞ് അവന്റെ തല പിടിച്ച് ഇപ്പൊ താഴെ ഇടിപ്പിക്കും. മോസോ മാമൻ അവിടെ കാഷ്വൽ ആയിട്ടിരുന്ന്, നിങ്ങൾ ലീഫ് വില്ലേജിലെ നിഞ്ചാസ് അല്ലേ, ഞങ്ങളുടെ ഗ്രാമം മുഴുവൻ ഇപ്പൊ വലിയൊരു പ്രശ്നത്തിലാണ്. ആ ഒരു ദുരാത്മാവ് അതിപ്പോ ഞങ്ങളെ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവസാനമായിട്ട് കോമ അവന്റെ വീട്ടിലാണ് ആ ഒരു ആത്മാവിനെ കണ്ടത്. അതിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഓടിച്ചു വിടണം. അത് കേട്ട് കുട്ടപ്പൻ ഞെട്ടും. അത് ശരിക്കും ഒരു പ്രേതം തന്നെയാണോ? അതിന് നെജി പറയും, ഒരിക്കലും അത് പ്രേതമാവാൻ യാതൊരു ചാൻസും ഇല്ല. പ്രേതം എന്ന് പേരുള്ള ഒരു സാധനമേ ഇന്ന് ലോകത്തിലില്ല. അങ്ങനെയാണെങ്കിൽ അന്ന് നമ്മൾ ഫൈറ്റ് ചെയ്തപ്പോ ആ ഒരു തുണിക്കുള്ളില് പ്രേതത്തെ കാണേണ്ടതല്ലേ? അത് പിന്നെ എങ്ങോട്ട് പോയി? ആകാശത്തേക്ക് പോയോന്ന് ഇപ്പൊ നെജി കുട്ടപ്പനോട് ചോദിക്കും. അതിന് മോസോ പറയും, ഓൾറെഡി ഇപ്പൊ ഫ്യൂഡൽ ലാഡ് മാറി ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണ്. ഈ ഗ്രാമത്തിനെ ഇനി എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന് എനിക്കൊന്നും അറിയില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും ഞങ്ങളെ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് ആളാവട്ടെ ഇപ്പൊ താണു വണങ്ങി കരയാനായിട്ട് ആരംഭിക്കും. അത് കാണുമ്പോ ഇപ്പൊ നമ്മുടെ കുട്ടപ്പനും ടീംസിനും വല്ലാതെ വിഷമമായിട്ട് ആളെ തന്നെ നോക്കി നിൽക്കും. കട്ട് ചെയ്താ ഇപ്പൊ കുട്ടപ്പനും ടീംസും ആവട്ടെ ചായയും വടയൊക്കെ ഹായായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മോസോയെ ഇപ്പൊ നമ്മുടെ ആൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. മാത്രമല്ല പഴയ ഫ്യൂഡൽ ലാഡ് ഉണ്ടായിരുന്നപ്പോ ആ ഒരു ഗ്രാമത്തിന്റെ അവസ്ഥ അത് വളരെ നല്ലതായിരുന്നു. അവരുടെ ഗവൺമെന്റും വളരെ വളരെ സ്ട്രോങ് ആയിരുന്നു. ഈ ഒരു പുതിയ ഫ്യൂഡൽ ലാഡിനെ ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ സഖിയെ തീർത്തും ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഒപ്പിച്ച ഒരു പണിയായിരിക്കും ഇത്. നിനക്കാരെങ്കിലും സംശയം ഉണ്ടോന്ന് ഇപ്പൊ കണ്ണാടി പയ്യനോട് ചോദിക്കുമ്പോ അവൻ പറയും, എനിക്ക് കോമയെ സംശയമുണ്ട്. അപ്പൊ ടെൻടൻ പറയും, അങ്ങനെയാണെങ്കിൽ ആ ഒരു ഗോസ്റ്റ് അവനെ ഭയപ്പെടുത്താനായി അവന്റെ അടുത്തേക്ക് ഒരിക്കലും ചെല്ലില്ല. ഒരു പക്ഷേ അവൻ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അവർക്ക് മുൻപിൽ നടത്തിയ ഒരു നാടകമായിക്കൂടാ ആ രംഗമെന്ന് എന്ന് നെജി പറയുമ്പോ കുട്ടപ്പനാവട്ടെ അത് തന്നെയാണ് സത്യം. ആ കോമയെ പിടിച്ച് അവന്റെ കൂമ്പിന് 4 ഇടിയിടിച്ച സത്യം തത്ത പറയും പോലെ അവൻ തന്നെ പറയും. അതിന് നെജി ടെൻഷനായിട്ട്, നീ പൊട്ടനാണോ? അങ്ങനെ ഓടിപ്പോയി ആരെ എടുത്തിട്ട് ഇടിച്ച് നമുക്ക് സത്യം പറയിപ്പിക്കാൻ കഴിയില്ല. നമുക്ക് ആവശ്യം ഇപ്പൊ തെളിവുകളാണ്. അതിനാദ്യം നമ്മൾ മീറ്റ് ചെയ്യേണ്ടത് മറ്റാരെയോ അല്ല, സഖിയെ തന്നെയാണ്. പക്ഷെ അവനാണെങ്കിൽ ഇപ്പൊ സ്വന്തം കൂട്ടുകാരനെ പോലും കാണാനായിട്ട് സമ്മതിക്കുന്നില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്ന് കൂലങ്കക്ഷമായിട്ട് ആലോചിക്കുമ്പോ കുട്ടപ്പനാവട്ടെ ആ ഒരു കണ്ണാടി പയ്യനോട്, നീ എങ്ങനെയെങ്കിലും അവനോട് സംസാരിച്ച് അവന്റെ മനസ്സ് മാറ്റി ഞങ്ങളുമായിട്ട് ഒന്ന് മീറ്റ് ചെയ്യിപ്പിക്കണം. നിന്നെ കൊണ്ട് അതിന് കഴിയും, നിന്നെ കൊണ്ടേ അതിന് കഴിയൂ. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് ഇപ്പൊ കണ്ണാടി പയ്യനും നമ്മുടെ ആൾക്കാരും എല്ലാവരും ചേർന്ന് ഒരു പുഴക്കരയില് ഒളിച്ചങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ കരുതുന്ന പോലെ കുളിസീൻ കാണാനല്ല, അവര് സഖിക്കു വേണ്ടി ഇപ്പൊ വെയിറ്റിംഗ് ആണ്. ചെറുപ്പത്തില് സഖിയും അവന്റെ സിസ്റ്ററും കണ്ണാടി പയ്യനും ഒരുമിച്ച് കളിച്ചു വളർന്ന സ്ഥലമാണത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവൻ ഇവിടേക്ക് വരുന്നു പറയുമ്പോ അതേ സമയത്ത് തന്നെ ഒരുപാട് പേര് ചേർന്ന് ഇപ്പൊ സഖിയെ ഒരു പല്ലക്കില് അവിടേക്ക് കൊണ്ടുവരും. സഖിയെ കണ്ട് ഇപ്പൊ ടെൻഷൻ ആവട്ടെ ഭയങ്കരമായിട്ട് ഇംപ്രസ് ആവും. വാവ്, ഹീ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. അപ്പൊ നമ്മുടെ സഖി ആവട്ടെ അവന്റെ കയ്യിലുള്ള വാച്ചും ആ പുഴയൊക്കെ നോക്കി എന്തൊക്കെയോ ചിന്തിച്ച് ഇപ്പൊ കരയാൻ തുടങ്ങും. അത് കണ്ട് കണ്ണാടി പയ്യൻ പറയും, അവൻ തീർച്ചയായിട്ടും അവന്റെ സഹോദരി ഓർത്ത് തന്നെയാണ് ഇപ്പൊ വിഷമിച്ച് കരയുന്നത്. അപ്പൊ അതേ സമയത്ത് അവിടേക്ക് ആരോ വരുന്നുണ്ടെന്ന് ഇപ്പൊ നെജിക്ക് മനസ്സിലാവും. അവൻ ഉടനെ അവന്റെ വ്യാഹു കണ്ണുപയോഗിച്ച് ഇപ്പൊ ചുറ്റുംപുറവും നോക്കാനായിട്ട് ആരംഭിക്കും. അപ്പൊ നെജി കാണും ഇപ്പൊ വെള്ളത്തിൽ നിന്ന് ഒരുപാട് പേര് സഖിയെ അറ്റാക്ക് ചെയ്യാൻ ചാടി വരുന്നത്. അവര് ബ്ലേഡുകൾ എടുത്ത് കറക്കി എറിയുമ്പോ നെജി ആവട്ടെ അവന്റെ കത്തി എറിഞ്ഞ് അതെല്ലാം തന്നെ തടുക്കും. നമ്മുടെ ആൾക്കാർ അവിടേക്ക് ചാടി വീണ് ഇപ്പൊ 2 ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ പോരാട്ടം. നമ്മുടെ ആൾക്കാരെ കാണുമ്പോ തന്നെ അവരാവട്ടെ ഇപ്പൊ പേടിച്ച് പുഴയിലേക്ക് തന്നെ തിരിച്ചു പോകാനായിട്ട് ആരംഭിക്കും. കുട്ടപ്പൻ ഒരുത്തന്റെ പിന്നാലെ പോയി വിടില്ല എന്ന് വിളിച്ചു കാറുമ്പോ
അവനാവട്ടെ ഒരു ബോംബിട്ട് അവിടുന്ന് കടന്നു കളയും. ഈ അവസ്ഥയിൽ അവരെ ഫോളോ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മുടെ ആൾക്കാരാവട്ടെ സഖിയോട് വന്ന് ഇപ്പൊ കാര്യങ്ങളെല്ലാം തന്നെ പറയും. ഞങ്ങൾ ഇപ്പോ ഇവിടേക്ക് വന്നത് ആ ഒരു ഗോസ്റ്റിനെ പിടിക്കാനാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും നീയും ഞങ്ങളോട് സഹകരിക്കണം എന്ന് പറയുമ്പോ സഖിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. പക്ഷെ അവന് മനസ്സിലാവും ഇതെല്ലാം തന്നെ മോസോയുടെ ഏർപ്പാടാണ്. തന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് പ്രീസ്റ്റ് ഇതെല്ലാം തന്നെ ചെയ്യുന്നത്. പക്ഷെ സഖി ആവട്ടെ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവർക്ക് നേരെ ഇപ്പൊ മുഖം തിരിച്ചിരിക്കും. അത് കണ്ട് കുട്ടപ്പന് ദേഷ്യം കയറി, നിനക്ക് ചുറ്റുമുള്ളവര് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിന്റെ ഫ്രണ്ട് ഈ ഒരു കണ്ണാടി പയ്യൻ അവന്റെ പോക്കറ്റ് മണി പോലും കൊടുത്താണ് നിങ്ങളുടെ ഗ്രാമത്തെ സഹായിക്കാനായിട്ട് ഞങ്ങൾ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അതിന് നിനക്ക് കുറച്ചെങ്കിലും മര്യാദ അവന് കൊടുത്തൂടെയും ചോദിക്കുമ്പോ അതിന് സഖി പറയും, ദയവ് ചെയ്ത് എന്നെ ഇതിന്ന് ഒഴിവാക്കി തരണം. ഇവനെപ്പോലൊരു കണ്ണാടിയെ ഇനി ഒരിക്കലും എനിക്ക് ഫ്രണ്ടായിട്ട് കരുതാനാവില്ല. കാരണം ഞാൻ ഈ ഗ്രാമത്തിന്റെ ഫ്യൂഡൽ ലാർഡാണിപ്പോൾ. അതിന് കലികേറി കുട്ടപ്പൻ വിളിച്ചു പറയും, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ സംസാരിക്കും? ഇത്ര കാലവും നിനക്ക് ഫ്രണ്ടായിട്ട് ഇവനെ വേണമായിരുന്നു. ഇപ്പൊ നീ ഫ്യൂഡൽ ലാർഡ് ആയപ്പോ അവനോട് മിണ്ടാൻ പോലും നിനക്ക് നാണക്കേട്. നിന്നെയും നിന്റെ ഗ്രാമത്തെ രക്ഷിക്കാൻ ഇവനാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. നിന്നെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ അവന്റെ അടുത്തേക്ക് ചാടി ചെല്ലുമ്പോ ഇവിടെ ടെൻടണും നെജിയും ചേർന്ന് കുട്ടപ്പനെ പിടിച്ചു വെക്കും. അതിന് സഖി പറയും, ഞാൻ ഫ്യൂഡൽ ലാർഡാണ്, എന്നോട് സംസാരിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് കടന്നു പോവും. അത് കേട്ട് നമ്മുടെ കണ്ണാടി പയ്യന് ഒരുപാട് വിഷമാവും. അവന്റെ പാരന്റ്സ് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അവന്റെ സഹോദരി കൂടെ പോയപ്പോ അവൻ വല്ലാതെ മാറിപ്പോയി. അവൻ എന്തോ വലിയ വിഷമം അവന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയായി തീർന്നത്. തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് എന്റെ സുഹൃത്തിനെ തിരികെ കിട്ടും. ടെൻടൺ എന്തോ ചിന്തിച്ചിട്ട് ഇപ്പൊ താഴെ കിടക്കുന്ന ആ ഒരു വില്ലന്മാരുടെ ബ്ലേഡ് എടുത്ത് ഇപ്പൊ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കും. ബ്ലേഡ് കണ്ട് ഷോക്കായിട്ട് ഇപ്പൊ കണ്ണാടി പയ്യൻ പറയും, ഞങ്ങളുടെ വില്ലേജില് നിഞ്ചാസേ ഇല്ല. ഇത്തരത്തിലുള്ള ബ്ലേഡുകള് അതുപയോഗിക്കുന്നത് ഗാർഡ്സ് മാത്രമാണ്. അവർക്ക് മാത്രമേ അതിനുള്ള സ്പെഷ്യൽ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളൂ. ഞങ്ങളുടെ ഗ്രാമത്തില് ഗോമപ്പയ്യന്റെ അണ്ടറിലാണ് എല്ലാ ഗാർഡ്സും ഉള്ളത്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുക, തീർച്ചയായിട്ടും ഇതിനെല്ലാം പുറകില് ആ ഗോമപ്പയ്യൻ തന്നെയാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ അവന്റെ വീട്ടിലേക്ക് വരും. നെജി പറയും, ഉറപ്പായിട്ടും ഇതിന്റെ പുറകിൽ ആ കോമപ്പയ്യൻ തന്നെയാണ്. കാരണം സഖിയും ആ ഒരു പ്രീസ്റ്റും അവർ രണ്ടുപേരും നല്ല കണക്ഷനിലാണ്. അവരുടെ രണ്ടുപേരുടെയും ആ ഒരു ബന്ധം തകർത്ത് ഗ്രാമത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് എങ്ങനെയെങ്കിലും അവന് ഫ്യൂഡൽ ലാർഡായിട്ട് മാറാനാണ് അവൻ ഇത്തരത്തിലൊരു ഗോസ്റ്റിനെ ഇറക്കി കളിച്ചതെന്ന് നെജി പറയുമ്പോ കുട്ടപ്പനാവട്ടെ, യു ആർ ആബ്സല്യൂട്ട്ലി റൈറ്റ്, അവൻ തന്നെയാണ് ഇതിന്റെ എല്ലാം പുറകിൽ നിന്ന് ഇപ്പൊ അടിച്ചു പറയും. ആ സമയത്ത് അതുവഴി ഇപ്പോ ആരോ നടന്നു പോകുന്നതായിട്ട് നമ്മുടെ ആൾക്കാർ കാണും. അത് കോമ തന്നെയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് അവനെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മുടെ ആൾക്കാരാവട്ടെ അവന്റെ പുറകെ തന്നെ പോവും. അപ്പോ അവൻ അങ്ങനെ നടന്ന് ആ ഒരു ഗോസ്റ്റിന്റെ കോട്ടയ്ക്ക് മുൻപിലെത്തും. അപ്പൊ അതേ സമയത്ത് ആ ഒരു കോട്ടയ്ക്കുള്ളിൽ നിന്ന് ആ ഒരു ഗോസ്റ്റ് ഇപ്പൊ പുറത്തേക്ക് വരും. ഉടനെ നെജി ആവട്ടെ അവന്റെ വ്യാഹു കണ്ണുപയോഗിച്ച് ആ ഒരു പ്രേതത്തെ ഇപ്പൊ സ്കാൻ ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതിന്റെ ഉള്ളിലായിട്ട് ആരോ ഒരാൾ നിൽക്കുന്നത് പോലെ അവന് ഫീൽ ചെയ്യും. ഇത് പറയേണ്ട താമസം കുട്ടപ്പനാവട്ടെ ആ ഒരു ഗോസ്റ്റിന്റെ മുൻപിലേക്ക് ഇപ്പൊ ചാടി വീഴും. കുട്ടപ്പൻ കോമയുടെ മുഖത്ത് നോക്കി, സത്യം പറയടാ, നീയല്ലേ ഇതിന്റെ എല്ലാം പിന്നില്? നിന്റെ കള്ളക്കളി അത് ഞാൻ ഇന്നത്തോണ്ട് തീർക്കുന്നു പറഞ്ഞ് കുട്ടപ്പൻ അടിക്കാൻ റെഡി ആവുമ്പോ നമ്മുടെ ബാക്കിയുള്ള ടീംസും ഇപ്പൊ അവന്റെ അടുത്തേക്ക് ഓടിയെത്തും. അത്രയും നിഞ്ചകളെ ഒരുമിച്ച് കാണുമ്പോ കോമയാവട്ടെ അവൻ പേടിച്ച് രക്ഷിക്കടാ എന്നും പറഞ്ഞ് അവന്റെ ട്രൗസറും പൊക്കി പിടിച്ച് ഇപ്പൊ 100-110 ഓടാൻ തുടങ്ങും. കോമയുടെ പുറകെ തന്നെ ഇപ്പൊ കുട്ടപ്പന് ഓടുമ്പോ ആ ഗോസ്റ്റ് ആവട്ടെ കുട്ടപ്പനെ ഓടാനായിട്ട് വിടൂല. ആ സമയത്ത് ഇപ്പൊ ടെൻടൺ ആവട്ടെ അവിടേക്ക് ചാടി വീണ് ആ ഗോസ്റ്റിന്റെ മുഖത്ത് തന്നെ ഒരു പേപ്പർ ബോംബിട്ട് അങ്ങനെ തന്നെ പൊട്ടിക്കും. ആ സമയത്ത് നെജി അവന്റെ വ്യാഹു കണ്ണുപയോഗിച്ച് ആ ഗോസ്റ്റിന്റെ ഉള്ളില് ഒരു ഷിനോബിയാണെന്ന് ഇപ്പൊ കണ്ടുപിടിക്കും. അതോടൻ തന്നെ ഒരു ടൊർണേഡോ ക്രിയേറ്റ് ചെയ്ത് ഇപ്പൊ അവിടെ കിടന്ന് കറങ്ങാൻ തുടങ്ങും. പക്ഷെ നെജി അവനാള് മാസാണ്. അവൻ കറങ്ങി തിരിഞ്ഞ് നൈസായിട്ട് ആ ഷിനോബിയെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും. അവർക്ക് എങ്ങനെയെങ്കിലും ഇവനെ ജീവനോടുകൂടെ പിടിച്ചാൽ മാത്രമേ സത്യം പുറത്തു കൊണ്ടുവരാൻ കഴിയുള്ളൂ. പക്ഷെ ടൊർണേഡോ അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാർക്ക് അവന്റെ ഏഴയിലത്തെത്താൻ പോലും ഇപ്പൊ സാധിക്കില്ല. അപ്പൊ നെജി ടെൻടണിന്റെ അടുത്ത് എങ്ങനെയെങ്കിലും അവനുമായിട്ട് മാക്സിമം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറയും. ടെൻടൺ അവളെ കൊണ്ട് പറ്റും പോലെ ഇപ്പൊ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോ കുട്ടപ്പനാവട്ടെ അങ്ങനെ ചാടി വന്ന് അവന്റെ തലക്കിട്ടൊരു ഒറ്റ അടി. അപ്പൊ കറക്റ്റ് സമയത്ത് ആ ഒരു ടൊർണേഡോ അവിടെ സ്റ്റോപ്പ് ആവുമ്പോ ഇവിടെ നെജി ആവട്ടെ അവന്റെ 360 ഡിഗ്രി സർക്കിൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് പറന്നു വന്ന ആ ഭൂതത്തിന്റെ നെഞ്ചിന് തന്നെ
ഒരൊറ്റ ഇടി വെച്ചു കൊടുക്കും. ആ ഭൂതം സൈഡ് ആവുമ്പോ ഇപ്പൊ നമ്മുടെ ആൾക്കാര് അതിന്റെ തൊട്ടടുത്തേക്ക് വരും. അപ്പൊ ഒരുപാട് പുകയും എന്തോ ഒരു ലിക്വിഡും ഇപ്പൊ പുറത്തേക്ക് ഒഴുകുന്നതായിട്ട് അവര് കാണും. ആ ഡ്രസ് ഓപ്പൺ ചെയ്ത് നോക്കിയാ വീണ്ടും അതിന്റെ ഉള്ളില് ഒന്നും തന്നെ കാണില്ല. കട്ട് ചെയ്താ ഇവിടെ ഒരുപാട് പോലീസ് ഇപ്പൊ കോമയുടെ വീടിന് മുൻപിലായിട്ട് കൂടി നിൽക്കുന്നുണ്ടാവും. പോലീസ് ഇപ്പൊ അവന്റെ വീട്ടിൽ കയറി മുഴുവനായിട്ടും ചെക്ക് ചെയ്യുമ്പോ ആ ഗോസ്റ്റ് ധരിച്ചിരുന്ന ഒരു കോട്ട് അവർക്ക് അവിടുന്ന് കണ്ടുകിട്ടും. മാത്രമല്ല ആ ഒരു കോട്ട് കോമയുടെ കറക്റ്റ് സൈസാണ്. ഉറപ്പായിട്ടും ലോർഡ് സഗിയെ നീ തന്നെയാണ് കൊന്നതെന്ന് പോലീസ് പറയുമ്പോ കോമയ്ക്കാവട്ടെ ഒരുപാട് നേരം പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവനിപ്പോ കുറ്റം സമ്മതിക്കും. ഇവിടെ പോലീസുകാരാവട്ടെ കോമയെ അറസ്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ നമ്മുടെ ആൾക്കാര് അത് നോക്കി നിൽക്കും. അങ്ങനെ ഒരു വിധത്തില് എല്ലാം കലങ്ങി തെളിഞ്ഞു എന്ന് പറഞ്ഞ് ഇപ്പൊ നമ്മുടെ കുട്ടപ്പൻ ചിരിക്കും. പക്ഷെ നെജി അവൻ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ അടിച്ച് എന്തോ ഒരു കാര്യം ആലോചിച്ച് അങ്ങനെ നിൽക്കും. എന്തുപറ്റി എന്താ കാര്യം ചോദിക്കുമ്പോ അവൻ പറയും, നമ്മൾ ഫൈറ്റ് ചെയ്ത ആ ഒരു രൂപത്തിന്റെ ഉള്ളിലും ആരോ ഉണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ശാപം കിട്ടിയ രണ്ടാത്മാക്കളുണ്ടെന്ന് നെജി പേടിച്ചു പറയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.